ഏറ്റവും ബഹുമാനായ ഉദ്ഘാടകൻ ചാലക്കുടിയുടെ പ്രിയങ്കരനായ MP ശ്രീ ബെന്നി ബെഹനാൻ അവറുകൾ നമ്മളെല്ലാവരും ഏറെ സ്നേഹത്തോടും അഭിമാനത്തോടും കൂടി ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഈ ജാഥയുടെ ക്യാപ്റ്റന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ അവറുകൾ, അതുപോലെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകൾ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പ്രിയങ്കരനായ ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഷിയാസ്, മറ്റ് പ്രിയമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. നമ്മൾ ഇന്ന് 2 പ്രസംഗങ്ങൾ കേൾക്കുന്നതിനാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കണ്ണൂരിൽ, അതായത് പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന കണ്ണൂരിൽ പിണറായി വിജയനെ ഫൈറ്റ് ചെയ്യുന്ന, പിണറായി വിജയനോട് നേരിട്ട് നിന്ന് പോരടിക്കുന്ന പ്രിയങ്കരനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനും, അതുപോലെ ഞാനൊക്കെ പിൻനിരയിൽ നിന്ന് കോൾമേർ കൊള്ളുന്നത് പോലെ നിയമസഭയിലെ മുൻനിരയിൽ നിന്ന് പിണറായി വിജയനെ കൈചൂണ്ടി നിന്ന് നമുക്ക് വേണ്ടി അത്യുജ്വലമായ രീതിയിൽ ഈ നിയമസഭയിലും അകത്തും പുറത്തും പ്രതിരോധിക്കുന്ന പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുടെയും പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഞാനൊരു കാര്യം മാത്രം ഈ നേതാക്കന്മാരുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സമ്മേളനത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പാണ് ബഡ്ജറ്റ് സമ്മേളനം ഉണ്ടായിരുന്നത്. ആ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഈ നാട്ടിലുള്ള ഒരുപക്ഷെ കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും ആശാ വർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും ഒക്കെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നടത്തിയ നവകേരള സദസ്സ് അത് ഈ ഖജനാവിൽ വലിയൊരു ദൂർത്തായിരുന്നുവെന്നും ഈ സമയത്ത് അത് അനിവാര്യമായിരുന്നില്ല എന്നും ഈ പ്രതിപക്ഷത്തു നിന്നും ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ വലിയ വീരവാദം മുഴക്കിയ പിണറായി വിജയൻ ആക്ഷേപ സ്വരത്തിൽ, അല്ലെങ്കിൽ ട്രഷറി ബെഞ്ചസിൽ നിന്നും CPMന്റെ നേതാക്കന്മാർ ചോദിച്ചത്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു സമ്മേളനം നടത്താൻ കഴിയുമോ എന്ന ആക്ഷേപ രൂപത്തിൽ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മൂവാറ്റുപുഴയിലെ സമ്മേളനം നവകേരള സദസ്സ് നടന്ന അതേ വേദിയിൽ തന്നെ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അതുമാത്രമല്ല, അവർ ഇട്ട പന്തലിന്റെ വലിപ്പം ഞാൻ ചോദിച്ചിരുന്നു. ആ പന്തലിനേക്കാളും വലിപ്പമുള്ള പന്തൽ ഇവിടെ ഉയരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ 4 നിയോജക മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരോട് ഒരേ ഒരു കാര്യമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഇത് പാർട്ടിയുടെ അഭിമാന പ്രശ്നമാണ്. പിണറായി വിജയൻ കോൺഗ്രസിനെ നോക്കി വെല്ലുവിളിച്ചാൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് തെളിയിക്കേണ്ട സായാഹ്നമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഈ വേദിയിലോ ഈ സ്റ്റേഡിയത്തിലോ ഉള്ള ഒരാൾ പോലും ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുവന്നവരല്ല. പഞ്ചായത്തിൽ തൊഴിലെടുക്കുന്നവരോട് നിങ്ങൾ വന്നില്ല എങ്കിൽ നാളെ നിങ്ങളുടെ ജോലി പോകുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഹേമം ചെലുത്തി, സ്വാധീനം ചെലുത്തി ഒരു വ്യക്തിയെ ഞങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് നാളെ ഈ പിണറായി വിജയൻ സർക്കാരിനെ തൂത്തെറിയാൻ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്ന 2 നേതാക്കന്മാർ കടന്നു വരുമ്പോൾ അവരെ അഭിവാദ്യം ചെയ്യാൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ജനാവലി ഇവിടെ തടിച്ചുകൂടിയത്. ഞാനൊരു സൂചനയായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മൂവാറ്റുപുഴയിലെയും കോതമംഗലത്തെയും കുന്നത്തുനാടിലെയും പിറവത്തെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി സാക്ഷാൽ പിണറായി വിജയനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിങ്ങൾ തൊട്ടു നോവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ പിഴുതെറിയാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് മൂവാറ്റുപുഴയിൽ നിന്നും ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. ഏറെ ആദരവോടുകൂടി പ്രിയങ്കരായ നേതാക്കന്മാരെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നതിന് മുമ്പ് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ബൂത്ത് പ്രസിഡന്റുമാരടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെയും മറ്റ് നേതാക്കന്മാരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് ഏറെ പ്രിയങ്കരനായ അപ്രതിരോധനായ നമ്മുടെ നേതാവ് ശ്രീ കെ സുധാകരനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു.